ഹായ് ഫ്രണ്ട്സ്, 2ാം ക്ലാസ്സിലെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെ, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്ക് നാളെ എക്സാം ആണല്ലോ, ഇംഗ്ലീഷ് എക്സാം അല്ലേ? എല്ലാവരും പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഇനി നമുക്കൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയാലോ? ഓക്കെ, ഫസ്റ്റ് ആക്ടിവിറ്റി 1 എന്താണ്? ലിസൺ ആൻഡ് മാർക്ക് എന്നുള്ളതാണല്ലേ. അപ്പോൾ ഡിഡ് യു ലിസൺ ടു ദ സ്റ്റോറി? നിങ്ങൾ സ്റ്റോറി ശ്രദ്ധിച്ചോ? അപ്പോൾ നിങ്ങൾ എനിക്ക് എന്ത് ചെയ്യും, ഇതുപോലൊരു ക്വസ്റ്റ്യൻ ആവും നിങ്ങൾക്ക് എക്സാമിന് വരുന്നുണ്ടാവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ടീച്ചർ നിങ്ങൾക്ക് ഒരു സ്റ്റോറി പറഞ്ഞു തരും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് ആ സ്റ്റോറി ഒന്ന് കേട്ട് നോക്കിയാലോ? ആർ യു റെഡി? യെസ്, ഓക്കെ, നമുക്ക് പറയാം. മിസ്റ്റർ സ്നെയിൽ സ്റ്റാർട്ടഡ് ഹിസ് ഡ്യൂട്ടി. മിസ്റ്റർ സ്നെയിൽ എന്ത് ചെയ്യാണ്? അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി തുടങ്ങിയല്ലേ. ഹി വാസ് ഇൻ ഹിസ് ട്രാക്ടർ. അവൻ എവിടെയായിരുന്നു? ഇപ്പോൾ ട്രാക്ടറിലായിരുന്നു അല്ലേ. ദ ട്രാക്ടർ മൂവ്ഡ് ഓൺ. ട്രാക്ടർ എന്ത് ചെയ്യാൻ തുടങ്ങി? മൂവ് ചെയ്യാൻ തുടങ്ങിയല്ലേ. ക്രോക്ക് ക്രോക്ക് മിസ്റ്റർ സ്നെയിൽ ഹി ഹേർഡ് സൗണ്ട് ഫ്രം ബിഹൈൻഡ്. അപ്പോൾ പുറകിൽ നിന്ന് ക്രോക്ക് ക്രോക്ക് എന്ന് ഒരു സൗണ്ട് ആര് കേൾക്കുകയാണ്? മിസ്റ്റർ സ്നെയിൽ കേൾക്കുകയാണല്ലേ. അപ്പോൾ മിസ്റ്റർ സ്നെയിൽ ചോദിക്കുകയാണ്, ഹു ഇസ് ദാറ്റ്? ഹി ലുക്ക്ഡ് ബാക്ക്. ആരാണത്? അവൻ ബാക്കിലേക്ക് നോക്കി. ഹു വിൽ ബി ദാറ്റ്? ദാറ്റ് വാസ് എ ഫ്രോഗ്. അത് ആരായിരുന്നു കൂട്ടുകാരെ? ക്രോക്ക് ക്രോക്ക് സൗണ്ട് കേട്ടായത് ഫ്രോഗ് ആയിരുന്നല്ലേ. ദ ഫ്രോഗ് വാസ് സിറ്റിംഗ് ബിഹൈൻഡ് മിസ്റ്റർ സ്നെയിൽ. ദ ഫ്രോഗ് ഹാഡ് എ ലോങ് ഹാറ്റ് ആൻഡ് റെഡ് സൺഗ്ലാസസ്. അപ്പം നമ്മുടെ മിസ്റ്റർ സ്നെയിലിൻ്റെ പിറകിൽ ആരുണ്ടായിരുന്നു? നമ്മുടെ ഫ്രോഗ് ഇരിക്കുന്നുണ്ടായിരുന്നു. ദ ഫ്രോഗ് ഹാഡ് ലോങ് ഹാറ്റ് ആൻഡ് റെഡ് സൺഗ്ലാസസ്. ഫ്രോഗിന് എന്തുണ്ടായിരുന്നു? ലോങ് ഹാറ്റും അതുപോലെ തന്നെ റെഡ് സൺഗ്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഗെറ്റ് ഔട്ട് ഓഫ് മൈ ട്രാക്ടർ. മിസ്റ്റർ സ്നെയിൽ സ്റ്റോപ്ഡ് ഇൻ ദ ട്രാക്ടർ ആൻഡ് സാഡ്. നമ്മുടെ മിസ്റ്റർ സ്നെയിൽ ഇവനോട് പറയാണ് എന്താണ്? പെട്ടെന്ന് തന്നെ ട്രാക്ടർ നിർത്തിയിട്ട് പറയാണ്, മിസ്റ്റർ സ്നെയിൽ ഡോക്ടർ ആൻഡ് സാഡ് ഗെറ്റ് ഔട്ട് ഓഫ് മൈ ട്രാക്ടർ. എൻ്റെ ട്രാക്ടറിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് പറയുകയാണല്ലേ. ദ ഫ്രോഗ് ജംപ്ഡ് ഔട്ട്. ധും. ഇറ്റ് ഫെൽ ഓൺ ദ ബാക്ക് ഓഫ് എ മൗസ്. ദ ഫ്രോഗ്സ് ഹാറ്റ് ഫെൽ ഇൻ വാട്ടർ. അപ്പോൾ ഫ്രോഗ് എന്ത് ചെയ്യണം? ഒരൊറ്റ ചാട്ടം കൊടുക്കുകയാണല്ലേ. ധും. അത് എങ്ങോട്ടേക്കാണ് വന്ന് വീണത്? ഇറ്റ് ഫെൽ ഓൺ ദ ബാക്ക് ഓഫ് എ മൗസ്. ഒരു മൗസിൻ്റെ ബാക്കിലാണല്ലേ ചെന്ന് വീഴുന്നത്. ദ ഫ്രോഗ് ഹാസ് ഫെൽ ഇൻ വാട്ടർ. ഫ്രോഗ്സ് ഹാറ്റ് ഫെൽ ഇൻ വാട്ടർ. ഫ്രോഗ്സിൻ്റെ ഹാറ്റ് എന്തായി? വെള്ളത്തിലും വീണുപോയല്ലേ. ഓ മൈ ബാക്ക് ക്രൈഡ് ദ മൗസ്. അയ്യോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൗസ് കരഞ്ഞല്ലേ. ഹേ മിസ്റ്റർ മൗസ്, യു ഹാവ് എ ലെറ്റർ സാഡ് മിസ്റ്റർ സ്നെയിൽ. അപ്പോൾ ഹേ മിസ്റ്റർ മൗസ്, നിങ്ങൾക്കൊരു ലെറ്റർ ഉണ്ടെന്ന് ആര് പറയാണ്? സ്നെയിൽ പറയാണല്ലേ. ടു മീ. ഓ താങ്ക് യു സെഡ് ദ. എനിക്കോ? താങ്ക് യു സെഡ് ദ മൗസ്. മൗസ് പറഞ്ഞു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റോറി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ സ്റ്റോറി നിങ്ങളിപ്പോൾ കേട്ടല്ലോ. ഇനി നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. നൗ റീഡ് ദ സെന്റൻസസ് ബിലോ. പുട്ട് ടിക്ക് മാർക്ക് അഗെയിൻസ്റ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ആൻഡ് ക്രോസ് അഗെയിൻസ്റ്റ് ദ റോങ് സ്റ്റേറ്റ്മെന്റ്സ്. അപ്പോൾ ഈ സ്റ്റോറിയിൽ നിന്നുള്ള കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ആണ് നൽകുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ടിക്ക് മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ തെറ്റാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അവിടെ നോക്കിക്കേ, ഇതേപോലെ ഇൻറ്റു മാർക്ക് ചെയ്യണം. ഓക്കെ. Okay, Mr. Snail saw a frog. മിസ്റ്റർ സ്നെയിൽ സോ എ ഫ്രോഗ്. മിസ്റ്റർ സ്നെയിൽ എന്ത് കണ്ടു? ഒരു ഫ്രോഗിനെ കണ്ടു. അത് ശരിയാണല്ലേ. അപ്പം നിങ്ങൾക്ക് എന്ത് എഴുതാം? അത് ശരിയാണെന്ന് എഴുതാം അല്ലേ. ദെൻ മിസ്റ്റർ സ്നെയിൽ സ്റ്റാർട്ടഡ് ഹിസ് ജേർണി ഓൺ എ സ്കൂട്ടർ. മിസ്റ്റർ സ്നെയിൽ അദ്ദേഹത്തിൻ്റെ യാത്ര ആരംഭിക്കുന്നത് എന്തിലാണ്? ഒരു സ്കൂട്ടറിലാണ്. അത് ശരിയാണോ തെറ്റാണോ? അല്ല അല്ലേ. ട്രാക്ടർ അല്ലായിരുന്നോ, സ്കൂട്ടർ അല്ലല്ലോ. അപ്പം അത് തെറ്റാണ്. ഓക്കെ, അതെന്താണ്? തെറ്റാണല്ലേ. ഇനി നോക്കിക്കേ, ദ ഫ്രോഗ് ഹാഡ് എ ലോങ് ഹാറ്റ്. ഫ്രോഗിന് എന്തുണ്ടായിരുന്നു? ഒരു ലോങ് ഹാറ്റ് ഉണ്ടായിരുന്നല്ലേ. അത് ശരിയാണല്ലേ. ഫ്രോഗ് ഹാഡ് എ ലോങ് ഹാറ്റ്, അത് ശരിയാണ്. ദെൻ ദ ഫ്രോഗ് ഫെൽ ഓൺ എ കാറ്റ്. ഫെല്ലോണ ഒരു കാറ്റിന് മേലേക്കാണ് ആര് വീഴുന്നതെന്നാ പറയുന്നത്? ദ ഫ്രോഗ് വീഴുന്നതാണോ? അല്ലല്ലേ, മൗസിന്റെ ബാക്കിലേക്കല്ലേ വീണിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഇതെന്താണ്? തെറ്റാണല്ലേ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇൻറ്റു മാർക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ. ദെൻ മിസ്റ്റർ സ്നെയിൽ ഗേവ് എ പാഴ്സൽ ടു ദ മൗസ്. മിസ്റ്റർ സ്നെയിൽ എന്ത് ചെയ്യാണ്? മൗസിന് ഒരു പാഴ്സൽ കൊടുക്കുകയാണെന്നും പറയുന്നുണ്ട്. അതും തെറ്റാണല്ലേ. ഓക്കെ, നോക്കിക്കേ, കോൺവെർസേഷൻ ആണ്. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ ഫോക്സ് ആൻഡ് ദ ഡോഗ്. ഫോക്സും ഡോഗും തമ്മിലുള്ള കോൺവെർസേഷൻ ആണല്ലേ ഇവിടെ എഴുതേണ്ടത്. ഡിഡ് യു സീ എ റാബിറ്റ് അറൗണ്ട്? അപ്പോൾ ഫോക്സ് ചോദിക്കുകയാണല്ലേ ഡോഗിനോട്, നിങ്ങളോട് എവിടെയെങ്കിലും റാബിറ്റിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണല്ലേ. ഡിഡ് യു സീ എ റാബിറ്റ് അറൗണ്ട്?
അപ്പൊ എന്തായിരിക്കും നമ്മുടെ ഡോഗ് പറഞ്ഞിട്ടുണ്ടാവുക? എന്തായിരിക്കും? ഡിഡ് യു സീ എ റാബിറ്റ് അറൗണ്ട് എന്ന് ചോദിക്കുകയാണ് അല്ലേ. നീ എവിടെയെങ്കിലും ഒരു റാബിറ്റിനെ കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇപ്പൊ എന്തായിരിക്കും കൂട്ടുകാരെ ഡോഗ് പറഞ്ഞിട്ടുണ്ടാവുക? നമുക്ക് എഴുതാം. എന്തായിരിക്കും ഡോഗ് പറയാ? എന്ത് പറയാം? നോ എന്ന് പറയാം അല്ലെ. ഐ ഹാവ് നോട്ട് സീൻ എ റാബിറ്റ്, ഞാനൊരു റാബിറ്റിനെ കണ്ടിട്ടില്ല എന്ന് പറയാം അല്ലെ. ഓക്കെ, നോക്കിക്കേ. ഇനി നെക്സ്റ്റ് ഇവിടെ എന്താന്ന് പറയുന്നത്? ഫോക്സ് പറയാണ് ഇറ്റ് ഈസ് എ വൈറ്റ് റാബിറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഡോഗ് എന്താവും ചോദിച്ചിട്ടുണ്ടാവുക? അപ്പൊ ഡോഗ് എന്താവും ചോദിച്ചിട്ടുണ്ടാവുക കൂട്ടുകാരെ? എന്തായിരിക്കും ഒന്ന് പറഞ്ഞു നോക്കിക്കേ. എന്തായിരിക്കും നമ്മുടെ ഡോഗ് ചോദിച്ചിട്ടുണ്ടാവുക എന്ന്? ഉത്തരം എന്താണ്? റിപ്ലൈ കൊടുക്കുന്നത് എന്താണ്? ഇറ്റ് ഈസ് എ വൈറ്റ് റാബിറ്റ്. ഇപ്പൊ എന്ത് കളറാ ചോദിച്ചിട്ടുണ്ടാവില്ല, ഏത് കളറാണെന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ റാബിറ്റ്? റാബിറ്റിന്റെ കളർ എന്തായിരുന്നു? വാട്ട് ഈസ് ദ കളർ ഓഫ് ദ റാബിറ്റ്? അപ്പൊ പറയാണ് ഇറ്റ് ഈസ് എ വൈറ്റ് റാബിറ്റ്. വൈറ്റ് റാബിറ്റ് ആയിരുന്നു. അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഈ കോൺവെർസേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ആക്ടിവിറ്റി 3 നോക്കാം അല്ലെ. ഫൈൻഡ് ദ ഡിഫറൻസസ് എന്നുള്ളതാണ്. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ഡിഫറൻസസ്, റൈറ്റ് ദം ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ ഇവിടെ നോക്കിക്കുക, ചിത്രങ്ങൾ നോക്കുക, അതിൻ്റെ ഡിഫറൻസസ് കണ്ടുപിടിക്കുക. റൈറ്റ് ദം ഇൻ ദ ബ്ലാങ്ക്സ്, ബ്ലാങ്ക്സിൽ എഴുതാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, നോക്കിക്കേ. പിക്ചർ എയും പിക്ചർ ബിയും. ദർ ആർ 3 കോക്കനട്ട്സ് ഓൺ ദ ടേബിൾ. 3 കോക്കനട്ട്സ് ഉണ്ട് ടേബിളിൽ. നോക്കിക്കേ, ചിത്രത്തിൽ നോക്കിക്കേ ഇല്ലേ. ഇനി പിക്ചർ ബിയിലൊന്ന് നോക്കിക്കേ. ദർ ആർ ഓൺലി 2 കോക്കനട്ട്സ് ഓൺ ദ ടേബിൾ. രണ്ടാമത്തെ ടേബിളിൽ എന്താണ്? ആകെ 2 കോക്കനട്ട്സേ ഉള്ളത് അല്ലേ. ദെൻ ദ ആപ്പിൾസ് ആർ സ്മോൾ. പിക്ചർ എയിൽ എന്താണ്? ആപ്പിൾസ് എന്താണ്? വളരെ ചെറുതാണ് അല്ലേ. അപ്പൊ നെക്സ്റ്റ് പിക്ചറിലൊന്ന് പിക്ചർ ബിയിൽ നോക്കിക്കേ. ആപ്പിൾസ് വലിയ ആപ്പിൾ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ദ ആപ്പിൾസ് ആർ ബിഗ്. എന്താ എഴുതി കൊടുക്കുക? അപ്പം ദ ആപ്പിൾസ് ആർ ബിഗ്. നെക്സ്റ്റ് കോളത്ത് കൊടുത്തിരിക്കുന്നു. ഓക്കെ, ദ ജ്യൂസ് ഈസ് നിയർ ദ കോക്കനട്ട്സ്. സെക്കൻഡ് പിക്ചറിൽ നോക്കിക്കേ. ദ ജ്യൂസ് ഈസ് നിയർ ദ കോക്കനട്ട്. കോക്കനറ്റിന്റെ അടുത്തായിട്ട് എന്തുണ്ട്? ജ്യൂസ് ഇരിക്കുന്നത് നമുക്ക് കാണാനുണ്ടല്ലേ. അപ്പൊ നെക്സ്റ്റ് പിക്ചറിൽ നോക്കിക്കേ. മറ്റേ പിക്ചർ എയിൽ നോക്കിക്കേ. പിക്ചർ ജ്യൂസിന്റെ അടുത്ത് എന്തായിരിക്കുന്നത്? ക്യാരറ്റ്സ് ആണല്ലേ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? ദ ജ്യൂസ് ഈസ് നിയർ ദ ക്യാരറ്റ്. ദ ജ്യൂസ് ഈസ് നിയർ ദ ക്യാരറ്റ്സ്. ദെൻ ദർ ആർ ക്യാരറ്റ്സ് ഓൺ ദ ടേബിൾ എന്നാണ് അല്ലേ നെക്സ്റ്റ് കൊടുത്തിട്ടുള്ളത്. ദർ ആർ ക്യാരറ്റ്സ് ഓൺ ദ ടേബിൾ. മറ്റേ ടേബിളിൽ എന്തായിരിക്കുന്നത്? ദർ ആർ മാംഗോസ് ഓൺ ദ ടേബിൾ എന്ന് എഴുതാം അല്ലെ. മാംഗോസ് ഇരിക്കുന്നുണ്ട് അല്ലേ. അപ്പൊ ദർ ആർ മാംഗോസ് ഓൺ ദ ടേബിൾ. ദെൻ നെക്സ്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്ന് അവിടെ എഴുതാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ചിത്രം നോക്കി നിങ്ങൾക്ക് അതിൽ എന്താണോ കാണുക എന്നുള്ളത് ആ കാര്യം അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ, നമുക്ക് എന്ത് എഴുതാം? അപ്പൊ നെക്സ്റ്റ് ദർ ആർ ഗ്രേപ്സ് ഓൺ ദ ടേബിൾ എന്ന് എഴുതാം അല്ലെ. ദർ ആർ ഗ്രേപ്സ് ഓൺ ദ ടേബിൾ. then എന്ത് എഴുതാം? ദർ ആർ നെക്സ്റ്റ് പിക്ചറിൽ ദർ ആർ ബനാനാസ് ഓൺ ദ ടേബിൾ. ദർ ആർ ബനാനാസ് ഓൺ ദ ടേബിൾ. ഓക്കെ, അപ്പൊ ഇതുപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? ഈ ടേബിൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ കോംപ്രിഹെൻഷൻ ആണ് അല്ലേ. നോക്കാം. ലുക്ക് അറ്റ് ദ പിക്ചർ, ടിക്ക് ദ കറക്റ്റ് ആൻസർ. വാട്ട് ഈസ് ദ മങ്കി ഡൂയിങ്? ഈറ്റിംഗ് ആൻ ആപ്പിൾ. ഒരു ആപ്പിൾ കഴിക്കുകയാണ്. പ്ലക്കിംഗ് എ ബനാന. ദെൻ ഈറ്റിംഗ് എ ബനാന. അപ്പൊ ഇത് റൈറ്റ് ആയിട്ടുള്ളത് ഏതാണ്? എന്താ നമ്മുടെ കുരങ്ങൻ ചെയ്യുന്നത്? ഈറ്റിംഗ് എ ബനാന അല്ലെ. ഒരു ബനാന കഴിക്കുകയാണ് അല്ലെ. ദെൻ വാട്ട് ഹാസ് ദ ബിഗ്ഗർ അംബർല? ഹു ഹാസ് ദ ബിഗ്ഗർ അംബർല? ആരുടേതാണ് ബിഗ്ഗർ അംബർല? മങ്കി, എലിഫന്റ്, റാറ്റ്. ആരുടെയാണ് ചിത്രം നോക്കിക്കേ കൂട്ടുകാരെ. എലിഫന്റിന്റെ ആണല്ലേ ബിഗ്ഗർ അംബർല. അപ്പൊ ഏതെഴുതാൻ നമുക്ക്? എലിഫന്റ്. ടിക്ക് മാർക്ക് ചെയ്യാം. ദെൻ ഹൗ മെനി ഫ്ലവേഴ്സ് ആർ ദർ ഇൻ ദ പിക്ചർ? പിക്ചറിൽ എത്ര ഫ്ലവേഴ്സ് ഉണ്ടെന്ന് നോക്കിക്കേ. യെസ്, 3 ഫ്ലവേഴ്സ് ആണ് അല്ലേ. 3 ഫ്ലവേഴ്സ് ഉള്ളത്. ഓക്കെ, അപ്പൊ എത്രയാണ്? 3. ദെൻ വിച്ച് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. ദ എലിഫന്റ് ഈസ് സിറ്റിംഗ് അണ്ടർ ദ ട്രീ. ദ ബട്ടർഫ്ലൈ ഈസ് നിയർ ദ മങ്കി. ദ റാറ്റ് ഹാസ് ആൻ അംബർല. അപ്പൊ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാ കൂട്ടുകാരെ?
ദ എലിഫന്റ് ഈസ് സിറ്റിംഗ് അണ്ടർ ദ ട്രീ. എലിഫന്റ് മരത്തിന് താഴെ ഇരിക്കുകയാണ്. ദ ബട്ടർഫ്ലൈ ഈസ് നിയർ ദ മങ്കി. ബട്ടർഫ്ലൈ എവിടെയാണ്? മങ്കിയുടെ അടുത്താണ്. ദ റാറ്റ് ഹാസ് ആൻ അംബർല. റാറ്റിന് എന്തുണ്ട്? ഒരു അംബർല ഉണ്ട്. അപ്പോൾ ഇതിൽ ഏതാ റൈറ്റ് ആയിട്ടുള്ളത്? യെസ്, ദ റാറ്റ് ഹാസ് ആൻ അംബർല എന്നുള്ളതാണല്ലേ. ഓക്കെ, ദ നെക്സ്റ്റ്, വൈ ഈസ് ദ മങ്കി ഹാപ്പി? എന്തുകൊണ്ടാണ് മങ്കി ഹാപ്പി ആയത്? ഹി പ്ലക്ക്ഡ് ദ ഫ്ലവർ. അവൻ പൂ പൊട്ടിക്കാൻ കഴിഞ്ഞതുകൊണ്ട്. ഹി ഗോട്ട് എ ബനാന. അവനൊരു ബനാന കിട്ടിയത് കൊണ്ട്. ഹി ഹാസ് ആൻ അംബർല. അവനൊരു അംബർല ഉള്ളത് കൊണ്ട്. അപ്പം ഏതായിരിക്കും ഇതൊരു ശരി? മങ്കി എന്തുകൊണ്ടായിട്ടോ ഹാപ്പി ആയിട്ടുണ്ടാവുക? അവനൊരു ബനാന കിട്ടിയിട്ടുണ്ടല്ലേ. അപ്പം ആൻസർ എന്താണ്? ഹി ഗോട്ട് എ ബനാന. ഹി ഗോട്ട് എ ബനാന. ഇനി നോക്കിക്കേ, ഡിസ്ക്രിപ്ഷൻ ആണല്ലേ. ഫില്ലിംഗ് ദ ബ്ലാങ്ക് സ്യൂട്ടബിളി. ഐ ആം ആൻ എലിഫന്റ്. ഐ ആം ബിഗ്. ഐ ആം എ. അപ്പോൾ ഇവിടെ എന്താവും പറഞ്ഞിട്ടുണ്ടാവുക? ഇവിടെ നോക്കിക്കേ, താഴെ നമുക്ക് ബ്രാക്കറ്റിൽ വേർഡ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? എഴുതിയാൽ മതി. അപ്പം അല്ലേ, അപ്പം എന്തായിരിക്കും? ഐ ആം എ ബേർഡ് എന്നാവല്ലേ പറഞ്ഞിട്ടുണ്ടാവുക. ഐ ആം എ ബേർഡ്. ഐ ആം എ ഇവിടെ എന്താ എഴുതേണ്ട? അപ്പം നിങ്ങൾ ബേർഡ് എന്ന് എഴുതി കൊടുക്കുക. ദെൻ നെക്സ്റ്റ് നോക്കിക്കേ, ഡാഷ് കാറ്റ് ഐ ലൈക്ക് ഫിഷ്. അപ്പോൾ ഇവിടെ എന്താ എഴുതേണ്ടത്? ഇവിടെ നോക്കി ഐ ആം എന്ന് എഴുതിയിട്ടുണ്ട്. ഐ ആം എന്നിവിടെ എഴുതി കൊടുക്കുക. ദെൻ ഐ ആം എ മൗസ്. ഐ ഈറ്റ് എന്തായിരിക്കും കഴിക്കുക? കോക്കനട്ട് എഴുതാം അല്ലേ. ഐ ഈറ്റ് കോക്കനട്ട്. ദെൻ കുരങ്ങൻ എന്താ പറയുന്നത്? ഐ ഹാവ് എ ലോങ് ടെയിൽ എന്ന് പറയുമല്ലോ. അപ്പം ടെയിൽ എന്ന് നിങ്ങൾ ഇവിടെ എഴുതി കൊടുക്കുക. ദെൻ ഉറുമ്പ് എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? ഐ ആം ആൻ ആൻഡ്. ഞാനൊരു ആൻഡ് ആണ്. ഐ ആം വെരി സ്മോൾ എന്ന് എഴുതാം അല്ലേ. ഓക്കെ, അപ്പം എന്ത് ചെയ്യുക നിങ്ങൾ? ഇതുപോലെ എന്ത് ചെയ്യതൊന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.